എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട വെച്ചിട്ട് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു ഫില്ലിംഗ് റെഡിയാക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സ എഗ് ബർഗർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവാളയുടെ പകുതിയാണ് കേട്ടോ. ഇത് പകുതി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇതുപോലെ നീളത്തിൽ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ ക്യാപ്സിക്കം കൂടെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 കപ്പ് അളവിൽ കാബേജ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം, നമ്മുടെ ഒരു എരിവിനനുസരിച്ച്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒരു പകുതി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ഇതങ്ങ് കുക്കായി പോകരുത്. ഒരു ഹാഫ് കുക്കായിട്ട് നമ്മൾ എടുത്താൽ മതി. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പോലെ കിട്ടണം. ഒരുപാട് കുക്കായി പോയാൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പകുതി ഒന്ന് വെന്ത് വരുന്നതിന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊരു ഹാഫ് കുക്കായി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്താലും മതി. 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പിസ്സ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 3 കോഴിമുട്ട ഞാൻ ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. മുട്ട നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനാണെങ്കിൽ കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മുട്ട അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു വിസിലടിച്ച് ആവി പോകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ മുട്ട വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു മുട്ട ഞാനൊന്ന് 4 ആയിട്ടാണ് ഇവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സ്വല്പം കുരുമുളക് പൊടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് നമ്മളൊന്ന് വെതറി കൊടുത്താൽ മതി. അതുപോലെ ഒരു സ്വല്പം ഉപ്പും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് വെതറി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് ഒരു മയോണൈസ് ആണ്. നമുക്കൊരു ചില്ലി മയോണൈസ് ഇതിലേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മുട്ട ഞാൻ ഈ ഒരു മിക്സർ ജാറിലേക്ക് പൊട്ടിച്ചുറ്റി കൊടുക്കുകയാണ്. മുട്ടയുടെ മഞ്ഞക്കരും വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഒരുപാട് കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് 1 മിനിറ്റോളം ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവയെല്ലാം കൂടി ചേർത്തൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഒരു 1/2 കപ്പോളം അടുത്ത് സൺഫ്ലവർ ഓയിലാണ്. 1/2 കപ്പ് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഓയിൽ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ഒരു 3 തവണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് അടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരു 35-40 സെക്കൻഡോളം നമ്മളൊന്ന് അടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടാമത് നമുക്കൊരു 35-40 സെക്കൻഡോളം ഒന്നും കൂടെ അടിച്ചിട്ടെടുക്കാം. രണ്ടാമത് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മൂന്നാമത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം കേട്ടോ. മൂന്നാമത് നമ്മൾ ഏകദേശം 1 മിനിറ്റോളം ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു കട്ടിക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. ഏകദേശം ഒരു 1/4 കപ്പ് ഒരു കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബർഗർ ബണ്ണാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ബർഗർ ബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബർഗർ ബണ്ണും എടുത്തിട്ട് ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്ത് മാറ്റി ഈ ഒരു പീസ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മയോണൈസ് 1 ടേബിൾ സ്പൂണോളം ഇതുപോലെ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ തന്നെ മയോണൈസ് നമ്മളൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഫില്ലിങ്ങും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അതങ്ങ് കുത്തി നിറച്ച് നമ്മൾ വെച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു പീസ് ബണ്ണും കൂടെ ചേർത്ത് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഫില്ലിങ് കൂടുതലാണെങ്കിൽ നമ്മളിത് അടയ്ക്കുന്ന സമയത്ത് അതങ്ങ് പുറത്തേക്ക് അങ്ങ് വരാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് നമ്മൾ കുറച്ച് ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിൽ ഒലിവുക ഉപ്പിലിട്ടതുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് നമ്മളിത് കഴിക്കുന്ന സമയത്ത് ചെറിയതായിട്ട് ആ ഒരു ഉപ്പിലിട്ട് ഒലിവുക കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയിൽ നിന്ന് 2 മുട്ട ഇതുപോലെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബണ്ണിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് നമുക്കൊന്ന് മയോണൈസ് തൂത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂണോളം തന്നെ മയോണൈസ് ഇതിലേക്കൊന്ന് തൂത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്കും കൂടെ നമ്മൾ ഈ ഒരു മയോണൈസ് തൂത്തിട്ട് അടയ്ക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അതങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇതുപോലെ മയോണൈസും കൂടി ചേർത്തൊന്ന് അടച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പിസ്സ സോസ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. പിസ്സ സോസ് ഇതുപോലെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പിസ്സയ്ക്കകത്തൊക്കെ ഇടുന്ന ഒറിഗാനോ ഇതുപോലെ കുറച്ചൊന്ന് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ബർഗർ ബണ്ണും എടുത്തിട്ട് ആദ്യം ഇതുപോലെ കുറച്ച് മയോണൈസ് തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആ ഒരു ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒലിവുക ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുട്ട ഇതുപോലെ 2 എണ്ണം വെച്ച് കൊടുത്തിട്ട് മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതിലേക്കും കൂടെ കുറച്ച് മയോണൈസ് തൂത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്സ സോസും ഇതുപോലെ കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും കൂടെ വെതറി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി 2 രീതിയിൽ കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഓവനിൽ വെച്ചിട്ടും കുക്ക് ചെയ്യാം, പാനിൽ വെച്ചിട്ടും കുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഓവനിൽ വെക്കുകയാണെങ്കിൽ ഓവനിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓവനിലേക്ക് ഒരു 5-6 മിനിറ്റ് നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ പാനിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെങ്കിൽ പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്കൊരു സ്വല്പം ബട്ടർ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കണം. ബട്ടർ നന്നായിട്ടൊന്ന് തൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമ്മളൊരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ ഒരു ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഇതും റെഡിയാക്കി കിട്ടും. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഹോളുള്ള അടപ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഒരു ഹോൾ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം, ആവി വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഒരു പാൻ ഒന്ന് ചൂടായി കിടക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളത്തിൽ നിന്ന് വരുന്ന ആവിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു മൊസറല്ല ചീസ് നമുക്ക് മെൽറ്റായി കിട്ടും കേട്ടോ. ഇതിപ്പം വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു റെഡ് കളർ പോലെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ ഒരു സ്വല്പം സോസ് എടുത്തിട്ട് നമ്മളൊന്ന് തൂത്ത് കൊടുത്താൽ മതി. 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓവനിൽ വെച്ചതാണിത്. ഓവനിൽ വെച്ചത് നല്ല പോലെ തന്നെ നമുക്ക് ചീസൊക്കെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഓവനിൽ വെച്ചതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു സ്നാക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മുട്ട വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബർഗർ ബൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബ്രെഡിൽ വേണമെങ്കിലും ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. നിങ്ങളിത് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് നമ്മൾ പാനിൽ വെച്ചിട്ട് ചെയ്തതാണ്. ഇതും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.